ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക. തീ ചെറുതാക്കി വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി മൂപ്പിച്ചെടുക്കുക. ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി. കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ശേഷം നന്നായിട്ട് വഴറ്റിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ മസാലയിലേക്ക് ഇടും. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക. അധികം എണ്ണ ഒഴിക്കാൻ നമുക്ക് വെള്ളം ലേശം പോലും വെള്ളം ഒഴിക്കുന്നില്ല. അതുപോലെ ഉള്ളി വഴറ്റിയിട്ട് സമയം ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ടില്ല. ഇതിലുള്ള വെള്ളം തന്നെയാണിത്. ഞാൻ ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ടുള്ള വേവിക്കുന്നത്. ഇനി ഞാനൊരു 3 സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിന് മേലെ ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ട് നന്നായി മിക്സാക്കി എടുക്കും. ഇത് ചിക്കനിലത്തെ വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ നന്നായി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു തക്കാളി 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം അതിൽ കിടന്ന് മിക്സായി ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ ലേശം കൂടെ ഉപ്പ് ചേർത്ത്. പൊതുവേ ഞങ്ങൾ ഉപ്പ് കുറവാണ് ഉപയോഗിക്കാറ്. ലേശം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് ഇതൊരു